പൊന്നാനി നഗരസഭയും ദേശീയ നഗരാരോഗ്യ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പള്ളപ്രം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നാനി നഗരസഭയും ദേശീയ നഗരാരോഗ്യ മിഷനും സംസ്ഥാന ആർദ്ര കേരള മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പള്ളപ്രം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയിലെ മൂന്നാമത്തെ ജനകീയ നഗരാരോഗ്യ കേന്ദ്രമാണ് പള്ളപ്രം സെന്ററിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഭരണസമിതി തുടങ്ങിവെച്ച ഒട്ടേറെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നമ്മുടെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അതാത് ദിവസം പണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ ആളുകളും ഉൾപ്പെടുന്ന നമ്മുടെ മേഖലയിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ അനിവാര്യമായും ആരംഭിക്കണമെന്നാണ് ഭരണസമിതി ജനുവരി മാസത്തിൽ 2021 ജനുവരി മാസത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തത്. 6 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ മൂന്നാമത്തേതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. പുതുവന്നാനിയിൽ ഒരെണ്ണം ആരംഭിക്കാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, എഴുപത്തിരുത്തി മേഖലയിൽ ഏറ്റവും കൂടുതൽ റിമോട്ടഡായി നിലനിൽക്കുന്ന, ഇപ്പോഴും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ പാവപ്പെട്ട ജനത താമസിക്കുന്ന നെയ്തല്ലൂർ പോലുള്ള പിന്നോക്ക പ്രദേശങ്ങളിൽ ആശുപത്രിയിൽ എത്തുന്നതിന് പോക്കറ്റിൽ പൈസയുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട ഒരു ദുരവസ്ഥ നിലനിൽക്കുന്ന ഒരു പിന്നോക്ക മേഖലയിൽ അവിടെ ഇതുപോലുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആരംഭിക്കാൻ പോവുക. അങ്ങനെ പൊന്നാനിയിലെ എവിടെയാണോ ആളുകൾക്ക് ചികിത്സാ സൗകര്യത്തിന്റെ അപര്യാപ്തത നിലനിൽക്കുന്നത്, അത്തരം പ്രദേശങ്ങളിൽ ആവശ്യമായിട്ടുള്ള കേന്ദ്രങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ രജീഷ് ഉപാല, ഒ ഷംസു, ടി മുഹമ്മദ് ബഷീർ, കൗൺസിലർമാരായ VP സുരേഷ്, ഗിരീഷ് കുമാർ, താലൂക്ക് ആശുപത്രി PRO സലാഹുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൗൺസിലർമാർ, ആശ, ആരോഗ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ സ്വാഗതവും ഡോക്ടർ റംല നന്ദിയും പറഞ്ഞു.